അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ബെൽറ്റ്സ് ആണ്. അതെ, നിങ്ങൾ രണ്ടുപേരും മാർഷൽ ആർട്സിലും. അതെ, അപ്പൊ അതെന്തെങ്കിലും അങ്ങനത്തെ ആയിരിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ആക്ച്വലി ഇതിനകത്ത് ഞങ്ങൾ അങ്ങനെ ഇടി അറിയുന്ന വലിയ ആൾക്കാരല്ല. വാങ്ങിക്കൂട്ടുന്നുണ്ട്. സ്വാഭാവികം. ഈ നമ്മളെ ഈ പാടാൻ അറിയുന്ന ആൾക്കാർക്ക് പാട്ട് പാടാത്ത ഒരാളായിട്ട് അഭിനയിക്കാൻ പാടാന്ന് പറയും. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാർഷൽ ആർട്സും ഈ മറ്റേ ഡിഫൻസ് ഒക്കെ അറിയാമല്ലോ, ഈ ആൾക്കാർ നിങ്ങൾ അടി വാങ്ങിച്ച് കൂട്ടുമ്പോഴത്തേക്ക് അത് ഇച്ചിരി പാടായിരുന്നില്ലേ? ഇല്ല, അതില്ല. കാരണം നമ്മളത് ആക്ടിങ് മൂഡിലിരിക്കണം, നമുക്ക് അറിയാലോ ക്യാരക്ടർ എന്താണെന്നുള്ള നമ്മള് കൺസീവ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മള് ആക്ച്വലി സെലക്ട് ആയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു കാര്യം ചെയ്യാം, ഫുൾ പ്രാക്ടീസ്. കുറച്ച് ചെറിയൊരു മടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ പ്രാക്ടീസ്, നല്ല പ്രാക്ടീസ് നമുക്ക് പക്കയായിട്ട് പോവാം. അവിടെ എത്തിയപ്പോഴാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടുന്നത്. നിങ്ങൾക്ക് അടി ആവശ്യമില്ല, നാടൻ അടികൾ ആൾക്കാരാണ്, അങ്ങനെ ഒരു സംഭവം. പക്ഷെ മാർഷൽ ആർട്സ് ഒക്കെ ഇതിനകത്ത് ഹെൽപ്പായി. കാരണം അടി വാങ്ങിക്കുന്നിടത്തായാലും നമ്മള് റോപ്പിലൊക്കെ നമ്മളെ കെട്ടി ചുഴട്ടി കറക്കി അടിക്കുന്ന ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ഒരു റോപ്പിൽ കയറിയിട്ട് ഞാൻ ഫുള്ള് കറങ്ങി വീഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇതിനകത്ത്.